ഹായ് ഹലോ എല്ലാവർക്കും ഷെരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, അതില് മാവിലെ മാങ്ങയാണ് കേട്ടോ, നല്ല പഴുത്ത മാങ്ങയാണ്. അതൊരു 4 എണ്ണം ഉണ്ട്. കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്വാദ് കിട്ടില്ല. അപ്പൊ 4 മാമ്പഴമുണ്ട്. ഇനി വേണ്ടത് മോര്. ഇതൊരു 600 ml ഉണ്ട് കേട്ടോ. ഇത് ഈ പാത്രം നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കൊഴുത്ത മോര്, തൈരല്ല മോരാണ്, പക്ഷെ നല്ല കൊഴുത്ത മോരായിരിക്കണം. ഇനി വേണ്ടത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഒരു നുള്ള് മതി. നമ്മൾ ആ മാമ്പഴം വേവിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഇടുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ നമ്മളൊരു പച്ചമുളകും കൂടെ ഇടും, ഒരു പച്ചമുളക് കേട്ടോ. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ഇനി വേണ്ടത് തേങ്ങ. തേങ്ങ ഒരു 1/4 കപ്പ്. ഇത് നന്നായിട്ട് അരയ്ക്കാനുള്ളതാണ്. ഒരു 1/4 കപ്പ് തേങ്ങ നമുക്ക് വേണം. ഇനി ജീരകം. പുളിശ്ശേരി ആകുമ്പോൾ എന്തായാലും ജീരകം വേണമല്ലോ. ഒരു നുള്ള് ജീരകം, കുറച്ചു മതി, ഒരുപാട് വേണ്ട. അതാ ഞാൻ ഒരു നുള്ളെന്ന് പറഞ്ഞേ. പിന്നെ 2 പച്ചമുളക്, തേങ്ങയുടെ കൂടെ അരയ്ക്കാനുള്ളതാണ് കേട്ടോ. 2 പച്ചമുളക്. എരിവ് കുറവാണെങ്കിൽ കൂടുതലിടാം. പിന്നെ ഇതിന്റെ മെയിൻ ഒരു സീക്രട്ട് എന്താ പറയാ ഇൻഗ്രീഡിയന്റ് ആണിത്, ഉണക്കലരി. നമ്മൾ പായസത്തിനൊക്കെ എടുക്കില്ലേ, അതാണ് ഇത്, ഉണക്കലരി. അത് നല്ല കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കടുക് വറക്കാൻ. കടുക് വറക്കാൻ ഒരു നുള്ളു കടുക്, ഒരു ചുവന്ന മുളക്, പിന്നെ ഒരു 4-5 കറിവേപ്പില അവസാനം ഇടാൻ. പിന്നെ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഒരു നുള്ള്, ഒരുപാട് ഇടുകയോ ചെയ്യരുത്, ഒരു നുള്ള് ഇടാവുള്ളൂ. അതിന്റെ ടേസ്റ്റ് വരുത്താനാണ്. പിന്നെ ഉപ്പ്. ഉപ്പ് ആവശ്യത്തിന്. നമ്മള് ഒരു പാത്രത്തില് ഈ മാങ്ങ എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ ആദ്യം ഇതിന്റെ മൂക്ക് ചെത്തണം. കണ്ട, അതിന്റെ ആ മുകൾ ഭാഗം ചെത്തി കളഞ്ഞിട്ട് നമ്മളാ ഇത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടേ, പക്ഷെ അതിനു മുമ്പ് നമ്മൾ അതിന്റെ തൊലി കളയണം. ഇത് കണ്ട, ഇങ്ങനെ തൊലി ഓരോന്നായിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞ് വേണം നമുക്ക് ഈ മാമ്പഴം എടുക്കാൻ. നമ്മളിതിൽ വെള്ളം ചേർക്കുകയില്ല. ഈ മാമ്പഴത്തിന്റെ ഈ വെള്ളം ഉണ്ടല്ലോ, ഇതിൽ കിടന്നാണ് വേവേണ്ടത്. നമുക്ക് ഇനി ആ തൊലിയും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നല്ല നാരുള്ള മാമ്പഴമാണ് ഇതിന് വേണ്ടത്. നമ്മൾ മേടിക്കുന്ന മാങ്ങയില്ലേ, അത് ഇതിനത്ര കൊള്ളില്ല. ഈ മാമ്പഴമാണ് കുറച്ചുകൂടെ നല്ലത്, നല്ല നാടൻ മാങ്ങ. ഇതുപോലെ അതിന്റെ മുകൾ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് തൊലി കളഞ്ഞ് പിഴിഞ്ഞെടുക്കുക. ഇത് മാങ്ങാണ്ടി കളയുണ്ട്, അത് അതിനകത്ത് തന്നെ ഇടണം കേട്ടോ. മാമ്പഴ പുളിശ്ശേരി കഴിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെ ഞാൻ 4 മാമ്പഴം എടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇടാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി. അതുപോലെ പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ഇടുന്നുള്ളൂ.
പിന്നെ അതുപോലെ മാമ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഒരു 1-2 ടീസ്പൂൺ പഞ്ചസാര. ഇതിപ്പോ നന്നായിട്ട് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. ചിലവര് അങ്ങനെ പഞ്ചസാര ചേർക്കാറുണ്ട്. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇടുക. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാം. തേങ്ങ നന്നായിട്ട് അരയ്ക്കണം. അറിയാലോ, പുളിശ്ശേരിക്കാകുമ്പോ നന്നായിട്ട് അരയണം. ആദ്യം തേങ്ങ ഇടുക. പിന്നെ ഒരു നുള്ളു ജീരകം, പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ ഉണക്കല്ലരി. നല്ല കൊഴുപ്പ് വരാനും ചെറിയ അതിന്റെ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. ഇത് അമ്മയുടെ ടിപ്പാണ്. നിങ്ങളിങ്ങനെ പരീക്ഷിച്ച് നോക്കുക. എന്തായാലും നല്ല കൊഴുപ്പും ഒക്കെ ഉണ്ടാവും ഇതിന്. പിന്നെ ഒരു അല്പം വെള്ളം, ഇല്ലെങ്കിൽ മോര് ചേർത്ത് അരച്ചാലും മതി. നന്നായിട്ട് അരയണമല്ലോ, അപ്പൊ കുറച്ച് വെള്ളം ചേർക്കേണ്ട നന്നായിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമേ മുളക് ചേർത്ത് അരയ്ക്കുന്നുള്ളൂ. ആദ്യമേ തന്നെ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതാണ് അവസാനം നമ്മൾ ഈ മുളക് ചേർക്കുന്നേ. ഇനി നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ കണ്ടില്ലേ. ഇനി നമുക്ക് ആ മാമ്പഴം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ ചേർക്കാം, അരച്ചത് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അടുക്കി പിടിക്കണ്ട. അതിപ്പോ മാമ്പഴത്തിന് അത്യാവശ്യം നീരുള്ളതുകൊണ്ട് ആ മാമ്പഴത്തിന്റെ ആ വെള്ളം തന്നെ ഉള്ളതുകൊണ്ടേ അടുക്കി പിടിക്കില്ല. എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മോര് ചേർക്കാം. അത്യാവശ്യം പുളിയുള്ള മോരാണ് ഇതിന് നല്ലത്. ഒരുപാട് പുളി വേണ്ട, ഒട്ടും പുളിയില്ലാത്ത മോര് ഇതിന് കൊള്ളില്ല. ഇതിപ്പോൾ മാമ്പഴക്കാലമാണല്ലോ, അപ്പം മാമ്പഴ പുളിശ്ശേരി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ വെക്കേണ്ടായിരിക്കും, പക്ഷെ ഈ രീതി ഉണക്കലരിയൊക്കെ ഇട്ട് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർക്കുക. ഇനി നമുക്ക് വേണ്ടത് കടുക് വറുക്കുകയാണ്. അത് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കിത് ചേർക്കണം. തിളയ്ക്കാൻ പാടില്ല, മോര് ചേർത്താൽ പിന്നെ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഒന്ന് പതഞ്ഞു വരില്ലേ. അപ്പം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിനുശേഷം കടുക് വറുക്കാം. കടുക് ഞാൻ ഇട്ടു. ചുമന്ന മുളക് ഇട്ടു. അപ്പൊ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോവും. വേണമെങ്കിൽ കറിവേപ്പില ഇതിന്റെ കൂടെ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ അവസാനം മുറിച്ചിട്ടാലും മതി.
അത് പതഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഞാനത് ഓഫ് ചെയ്തിട്ട് ഈ കടുക് വറുത്തത് കറിവേപ്പിലയും ചേർക്കാണ്. കടുക് വറുത്തത് ഇട്ടു. ഇനി കറിവേപ്പില, ഇനി ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നുള്ളേ ചേർക്കാൻ പാടില്ല, കൂടുതലായാൽ കയ്പ് വരും. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഉടനെ ഇളക്കരുത്. 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്കത് തുറന്ന് ഇളക്കാം നന്നായിട്ട്. ഇനി നമുക്കിത് ധൈര്യമായിട്ട് ചോറിന്റെ കൂടെ കൂട്ടാം. ഇത് മാത്രം മതി ചോറുണ്ണ. ഈ മോരൊഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കരുത്, നിങ്ങൾക്കറിയാമല്ലോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ ആ മാമ്പഴ പുളിശ്ശേരിയുടെ സ്വാദ് മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക.